ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂർ പാവറട്ടിയിൽ കോൺഗ്രസ് അമിത്ഷായുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം കെ.പി.സി.സി സെക്രട്ടറി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ തൃശൂരിൽ CMP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PRN നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണന ആരോപിച്ച് കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സർക്കാർ അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാലക്കാട് മണ്ണാർക്കാട് വ്യാപകമായി കൃഷി നശിപ്പിച്ച 14ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് പന്നികളെ കൊന്നത്. തൃശൂരിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. എളനാട് നിന്ന് പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. പാലക്കാട് തൃത്താല അമേറ്റിക്കരയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാരോട്ടുപറമ്പിൽ അനീഷാണ് മരിച്ചത്. മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. മലപ്പുറം പൊന്നാനിയിൽ കുട്ടികളുടെ നാടകക്കളരിക്ക് തുടക്കമായി. നടൻ മീനാരാജ് രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KP ഉണ്ണികൃഷ്ണൻ ഞാങ്ങാട്ടിരിയുടെ തകർക്കാനാവാത്ത ചങ്ങലകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. പാലക്കാട് ഞാങ്ങാട്ടിരി ഗുരുമന്ദിരം ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സ്മിതാദാസ് പുസ്തകം പ്രകാശനം ചെയ്തു. പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെ BPCL CCK പൈപ്പ് ലൈൻ ടീം ലെവൽ 3 ഓഫ് സൈറ്റ് എമർജൻസി മോക്ക് ഡ്രിൽ നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര IAS മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. മലപ്പുറം നിലമ്പൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷണം പോയ കേസിൽ യുവാവ് അറസ്റ്റ്. തൃശൂർ സ്വദേശി ആഞ്ചലിൻ പ്രിൻസാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴയിൽ കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര വിപണന മേളയ്ക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. ആലപ്പുഴ ത്രിവേണി മെഗാമാർട്ടിൽ ആരംഭിച്ച വിപണി ജനുവരി 1 വരെ തുടരും. ആലപ്പുഴ നവോദയ വിദ്യാലയയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 2 കുട്ടികൾ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ശാസ്താകുളങ്ങരയിൽ പ്രതിഭാ സംഗമവും പരിശീലന ക്ലാസുകളും സംഘടിപ്പിച്ചു. നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ ബാലവേദിയായിരുന്നു സംഘാടകർ. വിനു ശ്രീധർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ലവ് ഡെയിലിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തു. ആംസ്റ്റർഡാം മൂവി ഇന്റർനാഷണലിന്റെ ബാനറിൽ രേഷ്മ CH ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മലപ്പുറം എടപ്പാൾ പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ കോലളമ്പ് ട്രാക്ക് ഫോഴ്സ് ഓവറോൾ കിരീടം നേടി.